നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂരത്തിന് ഇത്തവണ ഉണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. ആദ്യം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയായിരുന്നു. പൂരം ദിവസമാകട്ടെ പോലീസ് ഉണ്ടാക്കിയ പ്രതിസന്ധിയും. കൂടിയാലോചനയില്ലാതെയും അപ്രായോഗികവുമായ നിർദ്ദേശങ്ങളാണ് ഉദ്യോഗസ്ഥർ ഉത്തരവുകളായി ഇറക്കുന്നതെന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ പിൻവലിക്കാൻ മന്ത്രിമാർ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. പോലീസിന്റെ അതിരുവിട്ട നിയന്ത്രണം പൂരം പ്രതിസന്ധിയിലേക്ക് എത്തിയതിന്റെ അമർഷം കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ തീർത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. പെരുമയുടെ പൂരം പോലീസ് സുസജ്ജം എന്ന പേരിൽ പൂരത്തിന് മുന്നോടിയായി കേരള പോലീസ് പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ കമന്റ് ബോക്സിലാണ് പൂരപ്രേമികൾ വാക്കുകളിലൂടെ പ്രതിഷേധം അറിയിച്ചത്. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് പോലീസ് സുരക്ഷയൊരുക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്ന പോസ്റ്റിന് താഴെയാണ് വെടിക്കെട്ട് തീർക്കുന്നതായിരുന്നു പൂരപ്രേമികളുടെ പ്രതിഷേധ കമന്റുകൾ. അത് കഴിഞ്ഞ ദിവസത്തെ പൂരം തടസ്സപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ അതിന് താഴെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. പൂരം മുടക്കികൾ എഴുന്നള്ളിപ്പ് തടഞ്ഞ് പൂരം ഗംഭീരമാക്കിയ കേരള പോലീസിന്റെ അഭിവാദ്യങ്ങൾ. ഉജ്ജ്വലമായിരുന്നു പോലീസിന്റെ സുസജ്ജിപ്പിക്കൽ. വെടിക്കെട്ട് നട്ടുച്ചയ്ക്ക് ആക്കാമായിരുന്നു. നട്ടുച്ചയ്ക്ക് ആകാശ വിസ്മയം കാട്ടി പെരുമയുടെ പൂരം വെറൈറ്റി ആക്കിയ കേരള പോലീസിന് നല്ല നമസ്കാരം. പൂരം കുളമാക്കി പിണറായി പോലീസിന് നന്ദി. പൂരത്തെ പോലീസ് കുളമാക്കി. ഇതെന്താ പോലീസുകാർക്ക് മാത്രം കാണാൻ വേണ്ടിയാണോ നാട്ടുകാർ പൂരം നടത്തുന്നത്? അടുത്ത കൊല്ലം പൂരം ഉണ്ടാവോ പോലീസെ? തൃശൂർ പൂരം കുളമാക്കിയ പോലീസിന്റെയും സർക്കാരിന്റെയും കരുതലിന് അഭിനന്ദനങ്ങൾ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. 1300-ലധികം കമന്റുകളാണ് കേരള പോലീസിനെ വിമർശിച്ചും പരിഹസിച്ചും പൂരപ്രേമികൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. പൂരപ്രേമികൾ ഒരിക്കലും മറക്കാത്ത വിധമുള്ള പ്രതിസന്ധിയായിരുന്നു ഇത്തവണ തൃശൂർ പൂരത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ജനവികാരം പോലീസിനെതിരെ തിരിയാൻ കാരണം. ചരിത്രത്തിൽ ആദ്യമായി പൂരം നടത്തിപ്പിൽ പ്രതിസന്ധി വരികയും ചടങ്ങുകൾ വൈകുകയും ചെയ്തത് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചു. ഒരു വേള പൂരം പൂർണ്ണമായി നിർത്തിവെച്ച സാഹചര്യവും ഉണ്ടായി. ഇതിനിടെ സുരേഷ് ഗോപി അടക്കമുള്ളവർ സംയോജിതമായി ഇടപെട്ട് സമവായ ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടായിരുന്നു മണിക്കൂറുകൾ വൈകിയെങ്കിലും പൂരം ചടങ്ങുകൾ പുനരാരംഭിക്കുന്നതിലേക്ക് വഴിതെളിയിച്ചത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാലിൽ ബാരിക്കേഡ് വെച്ച് എഴുന്നള്ളിപ്പ് തടഞ്ഞതാണ് തിരുവമ്പാടി ദേവസ്വം അധികൃതരെ പ്രകോപിപ്പിച്ചത്. പാറമേക്കാവിൽ അമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പിലും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ് ഒരാനയെയും മേളക്കാരെയും മാത്രം കടത്തിവിട്ടെന്നാണ് പരാതി. ജനങ്ങൾക്ക് പൂരം ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിൽ വഴികൾ പോലീസ് അടച്ചുപൂട്ടി. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും അടച്ച് ആളുകളെ തടഞ്ഞു. ഇതോടെ രാത്രിയിലെ എഴുന്നള്ളിപ്പ് നിർത്തിവെക്കുകയായിരുന്നു. വെടിക്കെട്ട് സ്ഥലത്ത് നിന്ന് പൂര കമ്മിറ്റിക്കാരെ മാറ്റണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. എന്നാൽ വെടിക്കെട്ട് പണിക്കാരും കമ്മിറ്റിക്കാരുമായി നിരവധി ആളുകളെ പൂരപ്പറമ്പിൽ ആവശ്യമാണെന്ന് തിരുവമ്പാടി വ്യക്തമാക്കി. പോലീസുമായുള്ള തർക്കത്തെ തുടർന്ന് ചടങ്ങുകൾ നിർത്തിവെച്ചെങ്കിലും 4 മണിക്കൂർ വൈകി പുനരാരംഭിക്കുകയായിരുന്നു. തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ അസാധാരണമാവിധം പ്രതിസന്ധി ഉണ്ടാക്കിയ പോലീസിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്.